മദ്യപിച്ച് വാഹനമോടിച്ച് പിടിയിലായെന്ന വാർത്തകൾക്ക് പിന്നാലെ പുതിയ വീഡിയോയുമായി ഹെലനോസ് സ്പാർട്ട എന്നറിയപ്പെടുന്ന SR ധന്യ. ഞാൻ ജയിലിലല്ല, ഞാൻ എന്റെ പഞ്ചിലിരിക്കുകയാണ്. അച്ഛനെയും അമ്മയെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. നിലവിൽ DYSP ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ആവശ്യത്തിന് വന്നിരിക്കുകയാണ്. എല്ലാരും കൂടെ അച്ഛനെയും അമ്മയെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്നാണ് അല്പനേരം മുമ്പ് ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ SR ധന്യ അവകാശപ്പെടുന്നത്. വാഹന പരിശോധനയ്ക്കായി പോലീസ് കൈകാണിച്ചപ്പോൾ കാർ നിർത്താതെ അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. കാറിനെ പിന്തുടർന്നെത്തിയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ബന്ദിയോട് ഭഗവതി നഗറിൽ വെച്ചാണ് പോലീസ് ധന്യയെ പിടികൂടിയത്. മദ്യം വാങ്ങാനുള്ള പ്രായപരിധി കർശനമാക്കുന്നു. മദ്യം വാങ്ങാൻ 23 വയസ്സെന്ന നിബന്ധന കർശനമാക്കാനാണ് തീരുമാനം. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. കർണാടക മോഡൽ കേരളത്തിൽ നടപ്പാക്കുന്നതിനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. നോ ID നോ എൻട്രി എന്ന നിബന്ധനയാണ് കേരളത്തിലും നടപ്പാക്കുന്നത്. മദ്യം വാങ്ങുന്നതിനായി ഇനി പ്രായം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടി വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കം. അദാനി മാനേജ്മെന്റിനെ നേരിട്ട് അതൃപ്തി അറിയിച്ച മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കുകയോ യാതൊരുവിധ കൂടിയാലോചനകൾ നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെ ആഗോള ഭീമന്മാരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായത്. ഈ വിഷയത്തിലുള്ള സംസ്ഥാനത്തിന്റെ കടുത്ത വിയോജിപ്പും അതൃപ്തിയും മുഖ്യമന്ത്രി VD സതീശൻ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ നേരിട്ട് അറിയിച്ചു. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാതെ ശ്വേതാ മേനോൻ. മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ ഭിന്നതയും പ്രതിസന്ധിയും വീണ്ടും രൂക്ഷമാകുന്നു. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള നിലവിലെ ഭരണസമിതി അംഗങ്ങൾ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിട്ടില്ലെന്ന വിവരങ്ങളാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഇതോടെ സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായി രൂപീകരിച്ച ഹഡ്കോ കമ്മിറ്റിയുടെ നിയമസാധ്യതയെക്കുറിച്ചും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പാർട്ടി നേതാക്കളെ സമൂഹമാധ്യമങ്ങളിൽ വിമർശിച്ചവർക്കെതിരെ നടപടിയുമായി CPM. കീഴാറ്റൂർ ബ്രാഞ്ച് സെക്രട്ടറി KP പ്രകാശൻ, കൂവേരി ലോക്കൽ കമ്മിറ്റി അംഗം ഷൈജു ചാലപ്പുറത്ത് എന്നിവർക്ക് എതിരെയാണ് നടപടിയെടുത്തത്. പ്രകാശിനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നീക്കി. ഷൈജുവിനെ LC അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പ്രകാശൻ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെയും ജെയിംസ് മാത്യുവിനെയും വിമർശിച്ച് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിരുന്നു. നാവികന്റെ മൃതദേഹത്തിൽ ആന്തരാവയവങ്ങൾ കാണാതായ സംഭവത്തിൽ പരാതിയുമായി കുടുംബം. വെനസ്വേലയിൽ മരിച്ച നാവികന്റെ മൃതദേഹത്തിൽ ആന്തരാവയവങ്ങൾ കാണാതായ സംഭവത്തിൽ പരാതിയുമായി ഭാര്യ. ഭർത്താവിനെ കപ്പലിൽ കൊലപ്പെടുത്തിയെന്ന് രാകേഷ് ചൗഹാന്റെ ഭാര്യ രഞ്ജന ചൗഹാൻ ആരോപിക്കുന്നു. ഭർത്താവ് ഉപയോഗിച്ച സാധനങ്ങളും ഇതുവരെ തിരിച്ചേൽപ്പിച്ചിട്ടില്ല. ജോലി ചെയ്ത സ്ഥാപനാധികൃതർ തങ്ങളോട് കൃത്യമായ വിവരങ്ങൾ അറിയിച്ചില്ലെന്നും കുടുംബം പരാതി പറയുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം പരാതി നൽകിയെന്നും കുടുംബം വ്യക്തമാക്കി. പിണറായിയുടെ ബാലായി മാറി. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെ പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് കടുത്ത വിമർശനം ഉയർന്നു. സംഘടന പിണറായി വിജയന്റെ വാലായി മാറിയെന്നും അടിയന്തരമായി പ്രവർത്തന രീതി തിരുത്തണമെന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിലെ പാർട്ടിയിലെയും സംഘടനയിലും വിഭാഗീയതയ്ക്ക് കാരണം ജില്ലാ സെക്രട്ടറിയും പയ്യന്നൂർ നഗരസഭാ ചെയർമാനുമായ സരൺ ശശിയാണെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സരൺ ശശി പയ്യന്നൂർ മണ്ഡലത്തിന് പുറത്തേക്ക് പോയിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം കാട്ടിയിട്ടില്ലെന്നും വിമർശനമുണ്ട്. DYFIയുടെ ശക്തമായ കോട്ടകളിൽ സംഘടന നേരിടുന്ന ആഭ്യന്തര തർക്കങ്ങളും നേതൃത്വത്തിന്റെ വീഴ്ചകളും സമ്മേളനത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസ്. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് സർക്കാർ അനുമതി. സംസ്ഥാനത്തെ ഏറെ വിവാദമുയർത്തിയ കശുവണ്ടി അഴിമതി കേസിൽ INTS സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒടുവിൽ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ഈ നിർണായക തീരുമാനം ഹൈക്കോടതി ഔദ്യോഗികമായി അറിയിക്കുമെന്നും CBIയുടെ ദീർഘനാളത്തെ ആവശ്യത്തിന്മേലാണ് 5 വർഷത്തിനു ശേഷം സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നതും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഭക്ഷ്യവിഷബാധ. കോംബോ ഓഫർ ഷവർമയും ഷവായിയും കഴിച്ച 21 പേർ ആശുപത്രിയിൽ. തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയിൽ നിന്ന് ഷവർമയും ഷവായിയും കഴിച്ച 21 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. കടയ്ക്കാവൂർ തെക്കുംഭാഗം SRVLP സ്കൂളിന് സമീപം പുതിയതായി ആരംഭിച്ച സിഗ്നേച്ചർ ഡിഷസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചത്. കടുത്ത ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും കടയ്ക്കാവൂരിലെ 2 സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം.
ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളി നടേശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരള സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യവും നന്മയുമാണ് ഇതെന്നാണ് യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി പറഞ്ഞത്. കേരളം നേരിടുന്ന അതീവ ഗുരുതരമായ വെല്ലുവിളിയാണ് ലഹരിമരുന്ന് ഭീഷണിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സമൂഹം ഒന്നാകെ ഈ ദൗത്യത്തിനൊപ്പം അണിചേരണമെന്ന ആഹ്വാനവും എഡിറ്റോറിയലിലുണ്ട്.